ഞാൻ അനുരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അറിയാം, യോഗ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രാചീന കാലഘട്ടത്തിൽ ആരംഭിച്ചും വളരെ കാലങ്ങളായിട്ട് നമ്മൾ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശീലന പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് പ്രാണായാമം വഴിയും ധ്യാനം വഴിയും ആസനങ്ങൾ വഴിയൊക്കെ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ യോഗ ചെയ്യുന്നത് മൊത്തത്തിൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും അതുപോലെ സമഗ്രവുമായിട്ടുള്ള ഒരു മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള കൂടുതൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതായിട്ട് ഫിസിക്കൽ ബെനിഫിറ്റ്സ്. നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനും അതുപോലെ സ്ട്രെങ്തൻ കൂട്ടാനും ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിനും യോഗ നമ്മളെ വളരെയേറെ സഹായിക്കും. കൂടാതെ റെഗുലറായിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന വേദനകൾ, ആഷസ് ഒക്കെ മാറ്റാനും കൂടുതൽ നമ്മളുടെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാനും ബോഡി പോസ്റ്റർ കറക്റ്റ് ആക്കാനും അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മളുടെ ശരീരത്തിനെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനും ഇത് നമ്മളെ സഹായിക്കും. അടുത്തതായിട്ട് വെൽബീയിങ്, മാനസിക ക്ഷേമം. മാനസികാരോഗ്യം എന്ന് പറയുന്നത് മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഉത്കണ്ഠ, അതുപോലെ തന്നെ സമ്മർദ്ദം, വിഷാദം എന്നിവയൊക്കെ യോഗ വളരെയേറെ ഗുണപ്രദമാണ് എന്ന്. അപ്പോൾ യോഗ ചെയ്യുന്നതിലൂടെ ധ്യാനം ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്കൊരു കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സ്ഥിരത ഉണ്ടാകുന്ന വൈകാരിക സ്ഥിരത ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വളരെയേറെ സഹായകമാണ്. അപ്പം എന്ത് പ്രശ്നമാണെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് പ്രാണായാമം ചെയ്യാൻ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആങ്സൈറ്റിയും സമ്മർദ്ദവും ഉത്കണ്ഠയും വിഷാദവും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് യോഗയിലൂടെ സാധിക്കും. അടുത്തതായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ. നമ്മൾക്ക് ഒരു പ്രകൃതിയുമായിട്ടും അതുപോലെ തന്നെ ആത്മീയതയൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യോഗ സഹായിക്കുന്നതാണ്. അപ്പം യോഗ ചെയ്യുന്നത് ഒരു മതത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ഇതിൽ മാത്രമല്ല, ആർക്കും ചെയ്യാം. അങ്ങനെ ആർക്കും ഇന്ന ആൾക്ക് ചെയ്യാവുള്ളൂ, ഇന്ന മതപരമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യോഗ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലല്ല, അതിനൊരു രീതിയുണ്ട്. അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യോഗയിലൂടെ സാധിക്കും. പിന്നെ എനർജി ഫ്ലോ കൂട്ടുന്നതിന് നമ്മൾക്ക് യോഗ ശരീരത്തിലെ മൊത്തത്തിലായിട്ടുള്ള നാഡികളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾക്ക് നല്ല ഒരു ശരീരം മൊത്തം ഓക്സിഡേറ്റഡ് ആകാനും രാവിലെ എഴുന്നേറ്റ് യോഗ പരിശീലിക്കുന്നത് കൊണ്ട് നമുക്ക് അന്നത്തെ ദിവസത്തെ മുഴുവൻ നമ്മളുടെ എനർജി ലെവൽ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നല്ലൊരു എനർജിയും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എനർജി കൂട്ടാനും നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും വീണ്ടെടുക്കാനായിട്ട് യോഗയിലൂടെ സാധിക്കും. അടുത്തതായിട്ട് ഹോളിസ്റ്റിക് ഹീലിംഗ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിട്ടുമാറാത്ത വേദനകൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ യോഗ ചെയ്യുന്നതിന് വളരെയേറെ ഗുണം ചെയ്യും. അത് മെഡിസിനും യോഗയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെയേറെ കാലം വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ സെൽഫ് ഡിസ്കവറി ആൻഡ് ഗ്രോത്ത്. നമുക്ക് നമ്മളെ തന്നെ അറിയാനും നമ്മളുടെ വളർച്ചയും സ്വയം കണ്ടെത്താനും ഒക്കെ യോഗ നമ്മളെ സഹായിക്കും. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കുണ്ടാകുന്ന നെഗറ്റീവ് ഫീലിങ്സ് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഓവർ തിങ്ക് കൺട്രോൾ ചെയ്യാനും ഒക്കെ യോഗ വളരെയേറെ ഗുണം ചെയ്യും. ഇപ്പം നന്നായിട്ട് നല്ല ദേഷ്യം ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ യോഗ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾക്ക് കൂടുതൽ വളർച്ചയിലേക്ക് പോകാനും ഒക്കെ യോഗ നമ്മളെ സഹായിക്കും. അപ്പോൾ മൊത്തത്തിൽ യോഗയുടെ മാന്ത്രികത എന്ന് പറഞ്ഞാൽ സമഗ്രവും ക്ഷേമവുമായ ഒരു പരിവർത്തനമാണ് യോഗയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അപ്പം ആരോഗ്യകരവും കൂടുതൽ സന്തുലിതവും അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു യോഗയിലൂടെ. അപ്പം യോഗ ഡെയിലി പരിശീലിക്കുന്നത് വളരെയേറെ നല്ലതാണ്. നമ്മൾക്ക് ഒരു പരിധിവരെ നമ്മൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ യോഗയിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് മാറ്റാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും. അപ്പം യോഗ ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും നമ്മൾക്കൊരു മാനസിക ആരോഗ്യത്തിന് സമ്മർദ്ദം കുറയ്ക്കാനും വിഷാദവും ഒക്കെ കുറയ്ക്കാനും ഒക്കെ
വളരെയേറെ സഹായം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.